ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജു ടിപ്സ്. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. ലെച്ചൂസ് എജു ടിപ്സിൽ നമ്മളിത് പഠിക്കാൻ പോകുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. റിലേറ്റീവ് പ്രൊനൗണിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണിത്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ റിലേറ്റീവ് പ്രൊനൗണിനകത്ത് ഹൂ, ഹൂസ്, ഹൂം എന്നിങ്ങനെ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ദാറ്റ്, വിച്ച്, വാട്ട് എന്നിവയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ക്ലാസ്സിലേക്ക് പോകാം. സീ ദ സെന്റൻസ്: ദിസ് ഈസ് ദ ഡോഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. സെക്കൻഡ് വൺ: ദിസ് ഈസ് ദ മോണ്യുമെന്റ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൻസ്. സി, ദിസ് ഈസ് ദ ഡോഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ. നോക്കിയേ, ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ദിസ് ഈസ് ദ ഡോഗ്, ഡോഗിനെ കുറിച്ചാണ് പറയുന്നത്. ഡോഗ് എന്ന് പറയുന്നത് ആനിമൽ ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലായി, ആനിമലിനെ കുറിച്ച് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ദാറ്റ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു ആനിമലിനെ കുറിച്ച് പറയാനായിട്ട് ഏത് യൂസ് ചെയ്തു? ഹൂസ് യൂസ് ചെയ്തു. ഹൂം, ഹൂ യൂസ് ചെയ്ത് പേഴ്സൺസ് ഓൺലി ആയിരുന്നു. ഹൂസ് നമ്മൾ എവിടെ യൂസ് ചെയ്തിരുന്നു? ആനിമലിനെ കാണിക്കാൻ യൂസ് ചെയ്തു. അതുപോലെ ദാറ്റ് യൂസ് ചെയ്യുന്നത് ആനിമൽസിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ദാറ്റ്. നെക്സ്റ്റ് കേസ് നോക്കൂ. ദിസ് ഈസ് ദ മോണ്യുമെന്റ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൻസ്. ഓക്കെ, ഇവിടെയും ദാറ്റ് ആണ് റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ദിസ് ഈസ് ദ മോണ്യുമെന്റ്. നമുക്ക് വേണമെങ്കിൽ പറയാം തിങ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യാം. ദാറ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് തിങ്സിനെ കുറിച്ച് പറയാൻ, ആനിമൽസിനെ കുറിച്ച് പറയാൻ, അതുപോലെ തന്നെ പേഴ്സൺസിനെ കുറിച്ച് പറയുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ദാറ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എവിടെ, എങ്ങനെയെല്ലാം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ ദാറ്റ് യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ച്, ദിസ് ഈസ് ദ ഡോഗ് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ അല്ലെ. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇത് ആനിമൽ ആണ്. ആനിമലിനെ കുറിച്ച് കാണിക്കുന്നതിന് ദാറ്റ് യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ മോണ്യുമെന്റ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൻസ്. ഇവിടെ ഈ സെക്കൻഡ് കേസിൽ ദാറ്റ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിച്ച് യൂസ് ചെയ്യാം. പാടില്ലേ? ദിസ് ഈസ് ദ മോണ്യുമെന്റ് വിച്ച് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൻസ്. എഡ്വിൻ ല്യൂട്ടൻസ് പണിത മോണ്യുമെന്റ് ഏതാണോ അതിതാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണും വേണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് എന്താ? വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ. നെക്സ്റ്റ് സെന്റൻസ്: He is one of the best speakers that are available in our village. He is one of the best speakers. കണ്ടോ? That are available in our village. ഇവിടെ നമ്മൾ that എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നു അല്ലെ. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ ഹൂ യൂസ് ചെയ്യാൻ പാടില്ലേ എന്ന് തോന്നിയേക്കാം. തോന്നില്ലേ? കാരണം ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഹൂ ആർ അവൈലബിൾ ഇൻ അവർ വില്ലേജ് എന്ന് നമുക്കൊരു സംശയം ഉണ്ടായേക്കാം. പക്ഷെ ഓർത്ത് വെക്കുക, ഈ തന്നിരിക്കുന്ന ഈ സെന്റൻസിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർലേറ്റീവ് ഫോം ഓഫ് ഗുഡ് ആണ് അല്ലെ. അതായത് തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട. അതേ തുടർന്ന് ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടായിരുന്നു, ഹൂ പ്ലസ് വെർബ. ചിലപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കും അല്ലെ. ഇങ്ങനെയല്ലേ തരുള്ളൂ. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് ഡാഷ് ആർ അവൈലബിൾ ഇൻ അവർ വില്ലേജ് എന്നായിരിക്കും തരുന്നത്. അപ്പൊ ഡാഷിന് ശേഷം ആറ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് കണ്ടു കഴിഞ്ഞാൽ ഹൂ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒന്ന് ആദ്യം ഹൂവിന്റെ കേസിൽ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നിയേക്കാം. പക്ഷെ ഓർത്ത് വെക്കുക, ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഫോം വന്നിട്ടുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഫോം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ശേഷം വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കും? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആയിരിക്കും അതിന് ശേഷം വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കണം കേട്ടോ. സൂപ്പർലേറ്റീവ് ഫോം വന്നു കഴിഞ്ഞാൽ അതേ തുടർന്ന് വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കും? ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, ഇവിടെ പറയുന്ന ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പീക്കേഴ്സ് പേഴ്സണെയാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ ദാറ്റിന്റെ കേസിൽ നമ്മൾ ഡോഗ് ആനിമലിനെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? മോണ്യുമെന്റ്, എന്നിട്ട് നമുക്ക് തിങ്സിനകത്ത് കൂട്ടാം, അത് പറഞ്ഞു. നെക്സ്റ്റ് കേസ് നമ്മൾ പേഴ്സൺ പറഞ്ഞു. അപ്പൊ നമ്മൾ ദാറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനെല്ലാം, ഏതെല്ലാം സന്ദർഭങ്ങളിൽ യൂസ് ചെയ്യാം? പേഴ്സൺസ് യൂസ് ചെയ്യാം, ആനിമൽസ് യൂസ് ചെയ്യാം, തിങ്സിനെ സൂചിപ്പിക്കുന്നതിനും യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്താണ്? ദാറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം എന്തേ വരികയുള്ളൂ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. ഇതിങ്ങനെ തന്നെ ഓർത്ത് വെച്ചേക്കണേ. ദാറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സന്ദർഭം നമുക്ക് നോക്കാം. രേഖ ആൻഡ് ഹെർ പെറ്റ് ദാറ്റ് ആർ ഓൾവേസ് സീൻ ടുഗദർ. രേഖ ആൻഡ് ഹെർ പെറ്റ് ദാറ്റ് ആർ ഓൾവേസ് സീൻ ടുഗദർ. നമ്മൾ പറഞ്ഞു ആനിമലിനെ കാണിക്കാൻ, അതുപോലെ പേഴ്സണെ കാണിക്കാൻ, തിങ്സിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ദാറ്റ്.
ഇനി ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്നതാണ് ആര്? രേഖ ആൻഡ് ഹെർ പെറ്റ്. രണ്ട് noun ഉണ്ട് അല്ലെ, രേഖയും ഉണ്ട് ഹെർ പെറ്റ് ഉണ്ട്. അപ്പൊ നമുക്കിത് മനസ്സിലാകും. ആദ്യം തന്നിരിക്കുന്ന രേഖ എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് എ നെയിം ഓഫ് എ പേഴ്സൺ അല്ലെ, രേഖ എന്ന് പറയുന്ന പേഴ്സൺ ആണ്. ഹെർ പെറ്റ്, പെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആനിമൽ ആണ് അല്ലെ, പേഴ്സണും ആനിമലുമാണ് വന്നിരിക്കുന്നത്. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു സെന്റൻസ് തന്നു കഴിഞ്ഞിട്ട് ആ സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടില് ഒന്നിങ്ങനെ വരാം, പേഴ്സൺ, പേഴ്സണിന് ശേഷം ആര് വരുവാണ്? ആനിമൽ വരുവാണ്. അല്ലെങ്കിൽ പേഴ്സണ് ശേഷം തിങ്സ് വരികയാണെന്നിരിക്കട്ടെ. മനസ്സിലാക്കണേ, നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസിനകത്ത് പേഴ്സണ് ശേഷം, അതായത് രണ്ട് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് പേഴ്സണും സെക്കൻഡ് സബ്ജക്റ്റ് ആരാണ്? ആനിമലും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണ് രേഖ ആൻഡ് ഹെയർ സ്പെക്ടക്കിൾസ്. സ്പെക്ടക്കിൾസ് എന്ന് പറയുമ്പോൾ എന്തായി? തിങ്സ് ആയി അല്ലെ. ഇപ്പൊ പേഴ്സൺ പ്ലസ് തിങ്സ് വന്നു കഴിഞ്ഞാൽ അതേ തുടർന്ന് വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കണം? ദാറ്റ് ആയിരിക്കണം. ഇപ്പൊ ഈ രണ്ട് കേസ് ഓർത്ത് വയ്ക്കുക. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം എന്തേ വരുള്ളൂ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ വരും. അതുപോലെ തന്നെ സെന്റൻസിന്റെ ഫസ്റ്റ് പാർട്ടില് പേഴ്സൺ അതേ തുടർന്ന് ആനിമൽ, അല്ല എങ്കിൽ പേഴ്സൺ അതേ തുടർന്ന് തിങ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തേ വരുള്ളൂ? റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദാറ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ എന്താണേലും മനസ്സിലാക്കി വെക്കുക. ഈ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചേ. മാൻ ഈസ് ദി ഓൺലി ആനിമൽ ദാറ്റ് ക്യാൻ ടോക്ക് അല്ലെ, മനുഷ്യൻ പേഴ്സണെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഏതാണ്? ദാറ്റ് ആണ്. മാൻ ഈസ് ദി ഓൺലി ആനിമൽ ദാറ്റ് ക്യാൻ ടോക്ക്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓൾ ദി ആപ്പിൾസ് ദാറ്റ് ഫോൾ ആർ ഈറ്റൻ ബൈ ബേർഡ്സ്. ഇവിടെ പറയുന്ന തിങ്സിനെ കുറിച്ചാണ്. ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നു. He has asked the same question that you asked yesterday. കണ്ടോ, ഇവിടെയും നമ്മൾ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എല്ലാം ദാറ്റ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? വളരെ സിമ്പിൾ ആണ്. മാൻ ഈസ് ദി ഓൺലി ആനിമൽ. കണ്ടോ, ഓൺലി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഈ സെന്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കേസ് എടുക്കുവാണെങ്കിൽ ഓൾ ദി ആപ്പിൾസ്, ഓൾ എന്ന് പറയുന്ന വേർഡ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നു. അടുത്തത് ഹി ഹാസ് ആസ്ക്ഡ് ദ സെയിം ക്വസ്റ്റ്യൻ, സെയിം, SAME, സെയിം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിരിക്കുന്നു. ചില വേർഡ്സ് ആ സെന്റൻസിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞല്ലേ, സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു റൂളാണിത്, ചില വേർഡ്സ്. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഞാൻ ആ വേർഡ്സ് ഓർത്തിരിക്കാൻ ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. ഇങ്ങനെ നമുക്ക് പഠിക്കാം ആ വേർഡ്സിനെ. നോസ്, ഫാം. ഓക്കെ, ഫാമിന്റെ സ്പെല്ലിങ് FALM ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, ഫാം. അപ്പൊ നോസ് ഫാം, നോസ് ഫാം എന്ന് പറയുന്നത് എൻ എന്താണെന്ന് നമുക്കറിയാം, നോ, അതുപോലെ തന്നെ നത്തിങ് എന്നൊക്കെ ഉള്ളതാണ് എൻ. O എന്ന് പറയുന്ന ഓൺലി ആണ്, S സെയിം ആണ്, E എവറിത്തിങ് ആണ്, F ഫ്യൂ ആണ്, A എന്താണ്? ഓൾ, എനി, അതുപോലെ തന്നെ L യൂസ് ചെയ്യുന്ന ലിറ്റിൽ, M മച്ച്. അപ്പം ഇതുപോലെയുള്ള വേർഡ്സ് സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് നമ്മൾ ദാറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് ഒരു നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, ആവശ്യം വരും. അപ്പോൾ ഓർത്ത് വെക്കുക. ഈ വേർഡ്സ് ഞാൻ പറയാം, ഈ വേർഡ്സും കൂടി ഒന്ന് കുറിച്ച് വെക്കണം. ഇവ വന്നതിന് ശേഷം എന്ത് മാത്രമേ വരികയുള്ളൂ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുകയുള്ളൂ. ഈ വേർഡ്സ് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നോ, നൺ, നത്തിങ്, ഓൺലി, സെയിം, എവറിത്തിങ്, ഫ്യൂ, ഓൾ, എനി, ലിറ്റിൽ, മച്ച്. ഇവയ്ക്ക് ശേഷം എന്തേ വരുള്ളൂ? റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ദാറ്റ് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡ് ഞാൻ പറഞ്ഞതാണ്. നോസ് ഫാം ഒന്ന് ഓർത്ത് വയ്ക്കുക. നോസ് ഫാമിന് ശേഷം എന്തേ വരുള്ളൂ? ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഓർക്കണം കേട്ടോ. ഓക്കെ, ഈ സെന്റൻസുകളിലേക്ക് പോകാം. ദിസ് ഈസ് ദ പിക്ചർ വിച്ച് കോസ് സച്ച് എ സെൻസേഷൻ. ദിസ് ഈസ് ദ പിക്ചർ വിച്ച് കോസ് സച്ച് എ സെൻസേഷൻ. ഇവിടെ തന്നിരിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഏതാണ്? വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് അല്ലെ. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പിക്ചറിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഒരു തിങ് ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിച്ച് യൂസ് ചെയ്യുന്ന തിങ്സിനെ കാണിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? വിച്ച്. ഇവിടെ വിച്ചിന് പകരം നമുക്ക് എന്തും യൂസ് ചെയ്യാം, ദാറ്റും യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ പിക്ചർ ദാറ്റ് കോസ്റ്റ് സച്ച് എ സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ, അപ്പൊ വിച്ചിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ദാറ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ദെൻ ദ ബുക്ക് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് റിയലി ഹെൽപ്ഫുൾ. ദ ബുക്ക് വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ. ഇവിടെ നമുക്ക് വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ തന്നിരിക്കുന്നു. ഇവിടെ പറയുന്ന ബുക്കിനെ കുറിച്ചാണ്. അതും ഒരു
തിങ് ആണ്. അപ്പൊ തിങ്ങിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? വിച്ച്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് യൂസ് ചെയ്യാം. ദ ബുക്ക് ദാറ്റ് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് റിയലി ഹെൽപ്ഫുൾ എന്നും പറയാം. നെക്സ്റ്റ് കേസ്, ദിസ് ഈസ് ദ ഡോഗ് വിച്ച് ഹി ഗോട്ട് ഫ്രം ദി സ്ട്രീറ്റ്. ദിസ് ഈസ് ദ ഡോഗ് വിച്ച് ഹി ഗോട്ട് ഫ്രം ദി സ്ട്രീറ്റ്. ഇവിടെ പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ ഡോഗ്. ഡോഗ് എന്ന് പറയുന്ന ആനിമലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ തിങ്ങിനെ കാണിക്കാനും ആനിമലിനെ കാണിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിച്ച് യൂസ് ചെയ്യാം. ദിസ് ഈസ് ദ ഡോഗ് ദാറ്റ് ഹി ഗോട്ട് ഫ്രം ദി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, അപ്പൊ വിച്ചിന് പകരം എന്ത് യൂസ് ചെയ്യാം? ദാറ്റും യൂസ് ചെയ്യാം. അടുത്ത കേസ് നോക്കൂ. ദിസ് ഈസ് ഇന്ത്യ ഗേറ്റ് വിച്ച് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൺസ്. ദാറ്റിന്റെ കേസിൽ ഇതുപോലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. ദിസ് ഈസ് ദ മോണ്യുമെന്റ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൺസ് എന്നാണ് പറഞ്ഞത്. ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു വിച്ചിന് പകരം എന്ത് യൂസ് ചെയ്യാം? ദാറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്ത് പറ്റില്ല? ദാറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ കാരണം ഉണ്ട്. എന്താണ് കാരണം? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ത്യ ഗേറ്റ്, ദിസ് ഈസ് ദ ഇന്ത്യ ഗേറ്റ് വിച്ച് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൺസ്. ഈ മോണ്യുമെന്റിന്റെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ ദ താജ്മഹൽ എന്താണ് എന്ന് പറയുമ്പോൾ ആ മോണ്യുമെന്റിന്റെ പേര് പറയുവാണ്. ദ മോണ്യുമെന്റ് ഈസ് ബിൽറ്റ് ബൈ ഷാജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോണ്യുമെന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ദിസ് ഈസ് ദ മോണ്യുമെന്റ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ എഡ്വിൻ ല്യൂട്ടൺസ്, മോണ്യുമെന്റിന്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാമായിരുന്നു? ദാറ്റ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ സെന്റൻസിൽ ആ മോണ്യുമെന്റിന്റെ പേര് അവിടെ പരാമർശിച്ചത് കൊണ്ട് എന്തേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? വിച്ച് എന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ദാറ്റും വിച്ചും ഏതാണ്ട് ഒരേപോലെയാണ് യൂസ് ചെയ്യുന്നത്. തിങ്സിനെ കാണിക്കാനും ആനിമൽസിനെ കാണിക്കാനായിട്ടും യൂസ് ചെയ്യും. അവിടെ മോണ്യുമെന്റിന്റെ പേര് എടുത്ത് പരാമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? വിച്ച് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വാട്ടിനെ കുറിച്ചാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. തന്നിരിക്കുന്ന സെന്റൻസ് ഒരു ആശയത്തെ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കണം? വാട്ട് ആയിരിക്കണം അല്ലെ. സി, ഐ ഫൗണ്ട് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഐ ഫൗണ്ട് വാട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ. ഞാൻ എന്താണോ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത് അത് കണ്ടുകിട്ടി. ഇപ്പൊ ഞാൻ അന്വേഷിച്ച് നടന്നുകൊണ്ടിരുന്നത് ചിലപ്പോൾ തിങ്സ് ആവാം. തിങ്സിനെ കാണിക്കുന്നതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഐഡിയാസ്, ആശയങ്ങളെ കാണിക്കുന്നതിനും യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? വാട്ട്. നമുക്ക് സാധാരണയായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാനായിട്ട് PSC നമ്മളോട് ചോദിക്കാറുള്ളത് ഹൂ, ഹൂം, ഹൂസ്, അതുപോലെ തന്നെ ദാറ്റ്. ഇതാണ്. അതുപോലെ വിച്ച്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദാറ്റ് എവിടെയെല്ലാം യൂസ് ചെയ്യും. ദാറ്റ് നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ യൂസ് ചെയ്യും? സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ശേഷം വരുന്ന റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു കാര്യം പഠിച്ചു, നോ സ്പാം എന്നൊരു കോഡ് ഞാൻ പറഞ്ഞു തന്നു അല്ലെ. നോ, നോ വൺ, നത്തിങ്, അതുപോലെ തന്നെ ഓൺലി, സെയിം, എവറിത്തിങ്, ദെൻ ഫ്യൂ, അതുപോലെ തന്നെ ഓൾ, എനി, ലിറ്റിൽ, മച്ച്. ഈ വാക്കുകൾക്ക് ശേഷം യൂസ് ചെയ്യുന്ന റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കണം? ദാറ്റ് ആയിരിക്കണം. ആനിമലിനെ കാണിക്കാനും തിങ്സിനെ കാണിക്കാനും അതുപോലെ തന്നെ എന്തിനെ കാണിക്കാനും യൂസ് ചെയ്യും? പേഴ്സൺസിനും പകരമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ദാറ്റ്. പിന്നെ വിച്ച് നമ്മൾ പറഞ്ഞു ഒരു ബുക്കിന്റെ പേരോ അല്ലെങ്കിൽ ഒരു മോണ്യുമെന്റിന്റെ പേരോ, അതായത് ഒരു തിങ്ങിന്റെയോ അതുപോലെ തന്നെ ഒരു ആനിമലിന്റെയോ ഒക്കെ പേര് എടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ടുള്ള വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതോടുകൂടി നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3യുടെ ക്ലാസ്സിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. എന്താണെങ്കിലും ഞാൻ പാർട്ട് 1ന്റെയും പാർട്ട് 2ന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.